ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാധു ക്രിയേറ്റീവ്. അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനില്ലേ പണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് 9th സ്റ്റാൻഡേർഡിലെ ക്ലാസ് റൂമിൽ എനിക്ക് പറഞ്ഞ ക്ലാസ്സസ് എടുത്തു കൊടുക്കുമ്പോഴേ കുട്ടികൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അറ്റൻഡീവ് ആയിരിക്കില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം, ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അതായത് അവരെ ഒന്ന് അടക്കി നിർത്തുക. അതായത് ഇന്നത്തെ കാലത്തല്ല, എപ്പോഴും നമ്മൾ സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും കുട്ടികളെ ഒന്ന് അടക്കി നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതായത് ടീച്ചേഴ്സായിട്ട് അവിടെ നിൽക്കുമ്പോഴേ നമ്മൾ ആ ഒരു ക്ലാസ് റൂമിൽ അവിടെ ആ ഒരു ഡെസ്കും ചെയറും ഇപ്പുറത്ത് നമുക്ക് നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരിക്കൽ അവർക്ക് എടുത്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് ഇത് കണ്ടോ, ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ അതിൻ്റെ യൂട്യൂബിലൊക്കെ തന്നെ ഷോർട്സുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയുണ്ട്. അത് കുറേ കഴിഞ്ഞ വർഷം എപ്പോഴോ ഓഗസ്റ്റിനൊക്കെ മുമ്പായിട്ടാണ്. അത് ഓഗസ്റ്റ് അല്ല, ഒക്ടോബറോ അതായത് ഒക്ടോബർ നവംബർ എന്തോ ആ ടൈമിൽ ഞാനത് അപ്ലോഡ് ചെയ്തതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് നല്ലൊരു അടിപൊളി സെൽമ ലാഗർലോഫിൻ്റെ ഒരു ചാപ്റ്ററാണ്. അത് ഞാൻ ബാലൻസ് അന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. പക്ഷെ എനിക്കത് പറ്റിയില്ല കേട്ടോ. ഞാനത് ഹാഫ് എ ഡേ ഒന്ന് വായിച്ചു വിടാം കേട്ടോ. അതായത് ഈ കഥയിൽ മെയിനായിട്ട് എന്താ പറയുന്നതെന്ന് അറിയാം, ഒരു മനുഷ്യൻ്റെ യാത്രയാട്ടോ. അതായത് ഒരു സമയത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. സെൽമ ലാഗർലോഫിൻ്റെ ഒരു സ്പീച്ച്, അതായത് ഒരു ഹ്യൂമൺ എക്സ്പീരിയൻസ്, മനുഷ്യ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. സെൽമ ലാഗർലോഫ് ഒരു നോബൽ ലൊറേറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സെൽമ ലേഗർലോഫിന്റെ അച്ഛൻ ഡിപ്പാർട്ടഡ് ആണ്. അതായത് ഷീ ലോസ് ഹർ ഫാദർ ആൻഡ് ഹർ സ്പീച്ച് റിവീൽസ് എ പെരീനിയൽ നേച്ചർ ഓഫ് മെമ്മറി ആൻഡ് ദ എറ്റേണൽ വാല്യൂ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ എ ഡ്രീം ലൈക്ക് സിനേറിയോ. സോ ഇതിൽ സെൽമയുടെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഏതൊരു ഓർമ്മകളും വരുന്ന പോലെ, അതായത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലുള്ള ഓർമ്മകൾ വരുന്ന പോലെ കേട്ടോ അതിൽ പറയുന്നത്. പിന്നെ അവർക്കുള്ളൊരു എറ്റേണൽ വാല്യൂ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഡ്രീം ലൈക്ക് സിനേറിയോ, അതായത് അവരുടെ മനസ്സിൽ വരുന്ന ഒരു ഡ്രീം, അങ്ങനെയുള്ളൊരു സിനേറിയോ ആണ് നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് മുതൽ വായിച്ച് പറയാം കേട്ടോ ഞാൻ. A few days ago, I was sitting in the train bound for Stockholm. It was early evening. There was a little light in my compartment and none at all outside. My fellow passengers were dozing and I was very quiet, listening to the rattling of the train. അതായത് ഇതൊരു ട്രെയിൻ യാത്രയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ സെൽമ ലാഗർലോഫ് എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് പറയാണ്, ഞാനൊരു ട്രെയിനിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇരുന്നിങ്ങനെ സ്റ്റോക്ക്ഹോമിലോട്ട് യാത്ര ചെയ്ത് പോവുമായിരുന്നു. അതൊരു ഏർലി ഈവനിങ് ആയിരുന്നു. ഏർലി ഈവനിങ് പറയുമ്പോൾ ഏകദേശം ഒരു 5, 6, 7 മണി അങ്ങനത്തെ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ദർ വാസ് എ ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെന്റ്. അവരിയ്ക്കുന്ന കമ്പാർട്ട്മെന്റിൽ ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ വെളിയിൽ അതായത് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ, അവിടെ ആരും ഇല്ല. മൈ ഫെല്ലോ പാസഞ്ചേഴ്സ് വർ ഡോസിങ്. അതായത് കൂടെയുള്ള യാത്രക്കാരൊക്കെ എന്ത് ചെയ്യണം, ട്രെയിനിലിരുന്ന് ഉറങ്ങുകയാണ്. ഐ വാസ് വെരി ക്വൈറ്റ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. അതായത് ട്രെയിനിന്റെ ഒരു റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ടാവില്ല. നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റില്ല. ഒരു റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ട്, ഒരു ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ആ പാലത്തിലൂടെ പോകുന്ന ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അതാട്ടോ പറയുന്നത്. And then I began to think of all other times I had come up to Stockholm. അതായത് സ്റ്റോക്ക്ഹോമിലേക്ക് വരുന്ന സമയത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, എല്ലാം റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൽട്ട്. അതായത് ഇത് ചെയ്യുന്ന ഒരു കാര്യം വളരെ ഡിഫിക്കൽട്ടാണ്. അതായത് എന്താണ്, സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻസ്. അതായത് ഓരോ പരീക്ഷകൾ പാസ്സാവുന്നത് പോലെ എന്താണ്, വളരെ ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത്. ആൻഡ് നൗ ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അതായത് പണ്ട് ഇവർക്ക് ചിലപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു നല്ലൊരു ലൈഫ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഇവർ എത്തി നിൽക്കുന്ന ഈ ലിറ്ററേച്ചറിൽ ഒരു നൊബേൽ പ്രൈസ് മേടിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണെന്നാണ് പറയുന്നത്. ഡീപ് വിത്തിൻ മീ ഹൗവർ വാസ് എ വണ്ടറസ് ജോയ് അറ്റ് റിസീവിങ് ദിസ് പ്രൈസ്. അതായത് എൻ്റെ ഉള്ളിൽ എന്താണ്, ഈ സമ്മാനം മേടിക്കാൻ പോകുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. I try to dispel my anxiety by thinking of those who would rejoice at my good fortune. അതായത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫോർച്യൂൺ പറയുന്നത് എന്താണ്, ഭാഗ്യം. ഈ ഭാഗ്യം കിട്ടുന്നതിൽ എന്താണ്, എൻ്റെ ആൻസൈറ്റി, അതായത് എൻ്റെ ഓരോ പ്രശ്നങ്ങളെയും ടെൻഷൻസിനെയും ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഡിസ്പെൽ ചെയ്യാണ്. അതായത് അതിൽ നിന്ന് ഞാൻ സന്തോഷം കണ്ടെത്തുകയാണ്.
ദർ were മൈ ഗുഡ് ഫ്രണ്ട്സ്, അതായത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, അതായത് ഒരുപാട് സഹോദരികളെ, അതായത് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും എല്ലാം ആയിട്ടുള്ള മൈ ഓൾഡ് മദർ, എൻ്റെ പഴയ വയസ്സായ അമ്മയെ കുറിച്ച് പറയുകയാണ്. സിറ്റിംഗ് ബാക്ക് ഹോം വാസ് ഹാപ്പി ടു ഹാവ് ലിവ് ടു സീ ദിസ് ഡേ, അതായത് ഞാൻ നൊബേൽ പ്രൈസ് മേടിക്കാൻ പോകുമ്പോൾ അത് കാണാനായിട്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ് സോറോ, അതായത് അച്ഛനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കാരണം എന്താ, അച്ഛൻ വിട്ടുപോയിരിക്കുകയാണ്, അതുകൊണ്ട് വളരെയധികം ഡീപ്പായിട്ടൊരു സോറോ ഉള്ളിലുണ്ട് എന്ന് പറയുകയാണ്. ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ അലൈവ്, അതായത് ജീവനോടെ ഇല്ല. ഐ കുഡ് നോട്ട് ഗോ ആൻഡ് ടെൽ ഹിം ദാറ്റ് ഐ ഹാഡ് ബീൻ awarded the നൊബേൽ പ്രൈസ്, അതായത് എനിക്ക് അവരോട് പോയിട്ട് പറയാൻ പറ്റില്ല ഞാൻ നൊബേൽ പ്രൈസ് വിൻ ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് അവരോട് പറയാൻ പറ്റുന്നില്ലല്ലോ. കാരണം ആ ഡിപ്പാർട്ടഡ് ഫാദർ ഇന്ന് എൻ്റെ അടുത്തില്ല എന്നുള്ളതിന്റെ സങ്കടമാണെന്നാണ് പറയുന്നത്. സെൽമ ലാഗർലോഫിന്റെ കഥ സെൽമ ലാഗർലോഫ് ഒരു ബയോഗ്രഫിക്കലായിട്ട് പറയുന്നതാട്ടോ. ഐ ന്യൂ ദാറ്റ് നോ വൺ വുഡ് ഹാവ് ബീൻ ഹാപ്പിയർ ദാൻ ഹീ ടു ഹിയർ ദിസ്, അതായത് ആരെങ്കിലും കേൾക്കുമ്പോൾ പോലും ചിലപ്പോൾ അച്ഛനേക്കാളും കൂടുതലായിട്ട് ഇതാരും സന്തോഷത്തോടെ കേട്ട് നിൽക്കണം എന്നില്ല. യെസ്, ഇറ്റ് വാസ് എ ഡീപ് സോറോ ടു മീ ദാറ്റ് ഐ കുഡ് നോട്ട് ടെൽ ഹിം, അതായത് എനിക്കിതൊരു സോറോ ആണ്. കാരണം എന്താ, എനിക്കിന്നും അത് അച്ഛനോട് പറയാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ അച്ഛൻ അടുത്തില്ലല്ലോ എന്നാണ് പറയുന്നത്. ഓൾ റിസിൽ ആൻഡ് ബസിൽ സീസ്ഡ് ആൻഡ് സൗണ്ട് ഓഫ് ദ വീൽസ് ബിക്കെയിം എ സൂത്തിങ് പീസ്ഫുൾ മെലഡി, അതായത് എല്ലാം ഒരു സമാധാനമായ ഒരു അന്തരീക്ഷമാണ് അവിടെ എന്താവുന്നത്, സൃഷ്ടിക്കുന്നത്. ദ കോച്ച് ഇസ് നോ ലോങ്ങർ സീം ടു റൺ ഓൺ റീൽസ് ആൻഡ് സ്ലീപ്പേഴ്സ്, അവിടെ ഉണ്ടായിരുന്ന കോച്ചൊന്നും റീൽസിലും സ്ലീപ്പേഴ്സിലും ഓടിയിട്ടില്ല, പക്ഷെ ഒരു സ്പേസിലൂടെ ഗ്ലൈഡ് ചെയ്ത് പോവുകയാണ്. ഐ സാറ്റ് ദർ ആൻഡ് തോട്ട് ഹൗ മച്ച് ഐ ഷുഡ് ലൈക്ക് ടു സീ മൈ ഓൾഡ് ഫാദർ അഗെയിൻ, അതായത് എൻ്റെ ആ പ്രായമായ അച്ഛനെ ഞാൻ ഇനി എങ്ങനെ കാണുമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. സോ ലൈറ്റ് ആൻഡ് soundless was a movement of the train that I could hardly imagine I was on this earth, അതായത് ലൈറ്റും പിന്നെ അതുപോലെ തന്നെ സൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ആ ട്രെയിനിൽ ഞാൻ ഇമാജിൻ ചെയ്തത്. കാക്ക നിലവിളിക്കുന്നുണ്ട്, ആ സൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ, സോറി കേട്ടോ. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം, അതായത് പിന്നെ ഞാൻ ഡേ ഡ്രീം ചെയ്യാൻ തുടങ്ങി. അതായത് പകൽ സ്വപ്നം കാണില്ലേ, അതായത് സെൽമ ലാഗർലോഫ് എന്ത് ചെയ്യുക, പകൽ സ്വപ്നം കാണുന്നതാണ്. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്, അതായത് ഞാൻ സ്വർഗത്തിൽ വെച്ച് എൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിലോ. ഐ സീം ടു ഹാവ് ഹേർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ, വൈ ദെൻ നോട്ട് ടു മൈസെൽഫ്, അതായത് മറ്റുള്ളവർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരില്ല എന്ന് പറയുകയാണ്. ദി ട്രെയിൻ വെൻ ഗ്ലൈഡിങ് ഓൺ but it had long way to go yet, and my thoughts raced ahead of it. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, അതായത് അച്ഛൻ ഇരിക്കുന്നത് അച്ഛനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ വരികയാണ്. ഒരു വരാന്തയിൽ സൺഷൈൻ കൊണ്ട്, അതായത് സൂര്യന്റെ ചൂടേറ്റ് ചുറ്റും ഫ്ലവേഴ്സും ബേർഡ്സും ഒക്കെ അദ്ദേഹത്തിന് മുന്നിലൂടെ പോവുകയാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു വിഷ്വല് സെൽമ ലാഗർലോഫിന് കാണുകയാണ്. He will be reading of course, but when he sees me he will put down his book, put his spectacles high upon his forehead, അതായത് അച്ഛൻ എങ്ങനെ ഇരിക്കുന്നത്, ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഫോർഹെഡിന്റെ മേലെ, അതായത് ഫോർഹെഡ് പറഞ്ഞാൽ എന്താ, നെറ്റിയുടെ മേലെ ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് എണിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വരും എന്ന് പറയുകയാണ്. He will say, good day my daughter, I am very glad to see you, അതായത് ഒരുപക്ഷെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി മോളെ, ഞാൻ നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറയും. ഓർ വൈ യു ആർ ഹിയർ ആൻഡ് ഹൗ ആർ യു മൈ ചൈൽഡ്, ജസ്റ്റ് ആസ് ഹി ഓൾവേസ് യൂസ്ഡ് ടു. സോ ഇതിൽ വൈ യു ആർ ഹിയർ ആൻഡ് ഹൗ ആർ യു, നീ എന്തുകൊണ്ടാണ് ഇവിടെ, ആൻഡ് ജസ്റ്റ് ആസ് ഹി ഓൾവേസ് യൂസ്ഡ് ടു. He will settle again in his rocking chair and only then begin to wonder why I have come to see him. You're sure there is nothing amiss? He will suddenly, no father, all is well, I will reply. But then just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect speech. I have come to ask you for advice, father, I will say, and I am very heavily in debt. അതായത് അച്ഛനോട് പറയാണ്, ഞാൻ വളരെയധികം കടത്തിൽ നിൽക്കുകയാണ്. I am afraid you will not get much help from me in this matter. Father will reply, one may well say of this place that it has everything except money. അതായത് പൈസ ഇല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് അച്ഛൻ എന്താണ് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, സെൽമ ലാഗർലോഫിനോട് ചോദിക്കുകയാണ്.
ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് ഐ ഓ. അതായത് ഞാൻ ഓ ചെയ്യുന്നത്, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൈസയല്ല. ഡു യു റിമെമ്പർ ഹൗ യു യൂസ് ടു പ്ലേ ദ പിയാനോ ആൻഡ് സിംഗ് ബെൽമാൻ സോങ് ടു us ചിൽഡ്രൻ? ഹൗ വുഡ് യു ലെറ്റ് us റീഡ് ടെക്നർ ആൻഡ് റൂൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ? അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അതായത് എന്താണ് പണ്ട് എങ്ങനെയാണ് ഞാൻ പിയാനോ വായിക്കുന്നത് അച്ഛന്റെ കൂടെ. പിന്നെ അതുപോലെ തന്നെ ബെൽമാന്റെ സോങ്, അതായത് ഞങ്ങൾ കുട്ടികളുടെ കൂടെ നിന്ന് ആ ബെൽമാന്റെ സോങ് ഒക്കെ വായിക്കുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ടെക്നറിന്റെ, റൂൺബർഗിന്റെ, ആൻഡേഴ്സന്റെ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാനായിട്ട് തരുന്നുണ്ടല്ലോ. ഇറ്റ് വാസ് എൻ ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെപ്റ്റ്. അതായത് ഞാൻ അങ്ങനെയാണ് എന്തായത് ആദ്യം ഞാൻ അങ്ങനെയാണ് ഞാൻ കടത്തിൽ വീണത് എന്ന് പറയാണ്. Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes? Father will straighten up in his rocking chair and look of wonder will come to his eyes. I'm glad that I got you in this debt, he will say. Yes, you may be right, Father, but then remember that is not all of it. Think of those poor homeless vagabonds who used to travel up and down. അപ്പോൾ ഒരുപാട് വീടില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാ ട്രാവൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറയാണ്. And the old men and women sitting in their small grey cottages telling me wonderful stories of water sprites and trolls and enchanted maidens. അതായത് ഇതിൽ വന്നിട്ട് ഒരുപാട് സ്ത്രീകള് ഈ ഗ്രേ കോട്ടേജസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, അവർ ഒരുപാട് കഥകളൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. എൻചാൻഡഡ് മെയ്ഡൻസ്, അതായത് ഇങ്ങനെ ഒരുപാട് ഹോണ്ടഡ് ആയിട്ടുള്ള ഹൊറർ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് ദേ ഹു ടോട്ട് മീ ദാറ്റ് ദർ ഇസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. അതായത് ഇവരാണ് എന്നെ എന്ത് പഠിപ്പിക്കുന്നത്, ഹാർഡ് റോക്സും ബ്ലാക്ക് ഫോറസ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ആൻഡ് ഐ ആം ഇൻ ഡെപ്റ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ, ദർ ഇസ് ദ വോൾ ഓഫ് നേച്ചർ ആസ് വെൽ. അതായത് ഞാനെന്ന് പറയുന്നത് ആളുകളോട് മാത്രമല്ല കടത്തിലിരിക്കുന്നത്, ഈ മുഴുവൻ പ്രകൃതിയോടും ഞാൻ എന്താണ് കടത്തിലാണ് ഇരിക്കുന്നത്, കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടത്തിലാണ് ഇരിക്കുന്നത്. The animals that walk the earth, the birds in the skies, the trees and flowers, they have all told me some of their secrets. അതായത് ഞാൻ ഈ നേച്ചറിലേക്ക് നോക്കുമ്പോൾ പോലും ഈ അനിമൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതെല്ലാം എന്നോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ, ആരും പറയാത്ത രഹസ്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. Father will be carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. അതായത് ഒരിക്കലും പേടിക്കരുത്, നിന്റെ ബുദ്ധിമുട്ടിന് ഒരിക്കൽ ഒരു സൊല്യൂഷൻ നിനക്ക് തന്നെ കിട്ടുന്നതായിരിക്കും എന്ന് പറയാണ്. I don't think, Father, that you really understand how hard it is for me. I am also in debt to my readers. അതായത് ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ റീഡേഴ്സുമായിട്ടും കടത്തിലാണ്, അതായത് കടപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു എഴുത്തുകാരിയാണ്, അപ്പൊ എഴുതുമ്പോൾ ആ റീഡേഴ്സിനോടും ഡെപ്റ്റ് ആണ്. അതാണ് അത് സിൽമ ലാഗർലോഫിന്റെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാട്ടോ. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്? ആർക്കും എന്റെ പുസ്തകങ്ങൾ വേണ്ടെങ്കിൽ എന്തായിരിക്കും? അപ്പൊ എന്റെ ആശയങ്ങൾ ആരും അവിടെ അറിയുന്നില്ല. And don't forget all those who have written of me. Think of all those in foreign lands who have worked for me. I owe them gratitude, Father, both for their praise and for their censure. ഇത് ഒരു ലോഡ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറടിക്കണ്ടേ. ഒരു പേജും കൂടി ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് ഈ കഥയൊന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാക്കാം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ ഇത് ഞാൻ ക്ലാസ് ആയിട്ടൊന്നും എടുക്കുന്നതൊന്നുമല്ല. ചിലപ്പോൾ ഈ കഥയൊക്കെ എവിടെയെങ്കിലും പഠിക്കാനുള്ളവരുണ്ടെങ്കിൽ പഠിച്ചോളൂ. ചിലപ്പോൾ ഈ സിലബസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇത് പഠിക്കാനൊന്നും ചാൻസസ് ഇല്ല. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്കും കൊണ്ട് ഞങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് പോലും തരാതെ ഞങ്ങൾ കുട്ടികളുടെ ബുക്ക് മേടിച്ചിട്ട് ഫോട്ടോസ്റ്റാറ്റ് ചെയ്തിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് പോലും കഴിക്കാതെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കന്നിപ്പുരയിലെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് വളരെ ശോചനീയമായ അവസ്ഥ എന്ന് പറയുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇതിൽ നല്ലൊരു കഥയാട്ടോ. ഞാനിത് കമ്മീഷന് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലാപ്ടോപ്പിൽ ഇതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഓക്കെ, നന്നായിരുന്നു. പിന്നെ ഇത് എനിക്കിതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റ് പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അത് ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളിത് ഞാനവിടെ വെറുതെ നമുക്ക് ഫ്രീ അവർ കിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ ലൈബ്രറിയിലൊക്കെ എനിക്ക് എടുക്കാത്ത വായിക്കാത്തായിട്ടുള്ള ബുക്സൊക്കെ അവിടെ ഈ ഒരു പഴയ ലൈബ്രറിയാണ്. അവിടെയാണ് ഇങ്ങനെ കുറെ കുട്ടികൾക്കുള്ള ബുക്സ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ അവിടെ പ്രിൻസിപ്പൾ പറയും ഇതൊന്നും എടുത്ത് വായിക്കരുത്, കുട്ടികൾക്കുള്ളതാണ് പറയും. ഇവരില്ലാത്ത ഗ്യാപ്പിൽ ഞാൻ കയറിയിട്ട് എടുത്ത് അതിങ്ങനെ എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ബെഞ്ചിന്റെ ഇവിടെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും ബോറടിക്കുക, ഫ്രീ അവർ, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ
ആ സബ്സ്റ്റിറ്റ്യൂഷൻ അവർ കയറേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ബുക്ക് എടുക്കും, വായിച്ചു വിട്ടാക്കും. നല്ല രസമായിട്ട് കുട്ടികളുടെയൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന പോലെ അടിപൊളി അടിപൊളി ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒരു നല്ല മെമ്മറി ആട്ടോ സത്യം പറഞ്ഞാൽ. നമുക്ക് പറയുമ്പോൾ പല കാര്യങ്ങളും ആ സമയത്ത് പോകുമ്പോൾ തോന്നും അയ്യോ അത് വേണ്ടായിരുന്നു, അയ്യോ അത് വേണ്ടായിരുന്നു. അത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പക്ഷേ ഇതൊക്കെ എന്ത് രസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതേ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അധികം ലോങ് ആക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് കുറച്ച് നെറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എനിക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ ടാറ്റ ആൻഡ് ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക് യു.